നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഇവിടെ ഒരു ചീപ്പർ ഇന്റർനെറ്റ് കിട്ടിയപ്പോഴാണ്. നമ്മളൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ സിംഗപ്പൂർ കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും ചീപ്പർ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഏറ്റവും ചീപ്പർ, അത് നമ്മുടെ ഒരു എന്താ പറയാ, ഡെവലപ്മെന്റിന്റെ ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ടൊക്കെ കരുതി. പക്ഷെ നമ്മുടെ ഒരു അപ്കമിങ് ജനറേഷനെ ഈ ഒരു ഡെവലപ്മെന്റൽ യാർഡ് സ്റ്റിക്ക് അഡ്വേഴ്സ് ആയിട്ട് എന്തുമാത്രം എഫക്ട് ചെയ്തു എന്നുള്ളത് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 2 തരം സിറ്റിസൺ ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ഈസി ആക്സസിബിലിറ്റി ഓഫ് ഇന്റർനെറ്റ് കൊണ്ട് ഉണ്ടായത്. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരും പറ്റാത്തവരും, ഇവർ തമ്മിൽ കോമ്പിറ്റൻസി വൈസ് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ഫെസിലിറ്റി ആക്സസ് ചെയ്യാൻ പറ്റുന്നവർ ജീവിതത്തിൽ വളരെയധികം മുമ്പോട്ട് പോയി, ബാക്കിയുള്ളവർ പിന്നോക്കം ഇരിക്കുന്നു. പറ്റുന്ന ജോലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അന്ന് ഡിജിറ്റൽ ടെക്നിക്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ജോലി പെട്ടെന്ന് അറിയും, ഏതൊക്കെയാ സ്കിൽസ് വേണ്ടെന്നുള്ള അറിയും. അതുകൊണ്ട് അവർ ജീവിതത്തിൽ കുറെ മുമ്പോട്ട് പോയി, അത് സത്യമാണ്. ഇന്ന് നേരെ റിവേഴ്സ് ആണ്. അതായത് ഡിജിറ്റൽ സിസ്റ്റംസ്, ഡിജിറ്റൽ ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്മ്യൂണിറ്റി, അവര് ഇന്റലക്ച്വലി കുറച്ചൊരു ഹയർ ലെവൽസിലും അവർ ഫോക്കസ്ഡും ആയിട്ട് വളർന്നു വരുന്നതാണ്. അതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ എന്താ പറയുന്നത് ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വീഡിഷ് എൻവയോൺമെന്റൽ അഫയേഴ്സ് മിനിസ്റ്റർ പറയുന്ന ഒരു വീഡിയോ. അതായത് യൂറോപ്പിൽ ഇതിനെ കുറിച്ച് കാര്യമായിട്ട് സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല, അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെയാണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ടെക്നോളജീസ് സ്കൂളിന്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഗ്രീസ് ആകട്ടെ, സ്വീഡൻ ആകട്ടെ, പല സ്കാൻഡിനേവിയൻ കൺട്രീസ് ആകട്ടെ, സ്കൂളിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ ഡിവൈസ് എടുത്തു കളഞ്ഞു കഴിഞ്ഞൊരു അക്കാഡമിക് ഇയറിൽ. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ വളരെ നല്ലതാണെന്നുള്ളത് ഇപ്പം ഹാർവാർഡ് ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷെ ഇന്ത്യയിലെ പല പല സ്കൂളുകളും അവരുടെ കുറച്ച് ബിസിനസ് ഇൻട്രസ്റ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നു കണ്ടമാനം. അത് സ്കൂളിൽ ഇപ്പോൾ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ആകട്ടെ, അല്ലെങ്കിൽ സ്കൂൾ ERP സിസ്റ്റംസ് ആകട്ടെ, എക്സ്റ്റെൻഡഡ് സ്കൂളിംഗ് ആകട്ടെ. എക്സ്റ്റെൻഡഡ് സ്കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഒരു ദിവസം ക്ലാസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വൈകുന്നേരം ടീച്ചർമാർ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ടീച്ചർമാർ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നു, കുട്ടി അതിന് മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പം ഇതെല്ലാം സത്യത്തില് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം നമുക്കൊരു പോസ്റ്റർ ആണ്. ഏകദേശം ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ വന്ന പോലെ. അന്നത്തെ കാലത്ത് പല വലിയൊരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പാരന്റ്സ് പോലും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫസ്റ്റ് വന്നാൽ ചോദിക്കുന്ന ചോദ്യം ഈ സ്കൂളിൽ കമ്പ്യൂട്ടർ ഉണ്ടോ എന്നാണ്. അത് എത്ര വലിയ സ്കൂളാണെങ്കിൽ പോലും കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കേണ്ടെന്ന് പറഞ്ഞു പോവുകയായിരുന്നു. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ തൊടാനൊന്നും വിടില്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും കമ്പ്യൂട്ടർ പാരന്റ്സ് പ്രതീക്ഷിക്കുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി, പാരന്റ്സിന്റെ ഒരു സൈക്കോളജി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത് പല സ്കൂളുകളുടെയും അഡ്വർടൈസ്മെന്റ്സിന്റെ അകത്ത് കൊടുക്കാറുണ്ട്. അതൊരു സാലിയൻ ഫീച്ചർ ആയിട്ട് കൊടുക്കാറുണ്ട്. എക്സ്റ്റൻഡഡ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിൽ കുട്ടിക്ക് നോളജ് അല്ല വേണ്ടത്. നോളജ് ഇന്നത്തെ കാലത്ത് സെക്കൻഡറി ആണ്. കാരണം നോളജിന്റെ ഇന്റർപ്രിട്ടേഷനും ഇംപ്ലിമെന്റേഷനും ഉള്ള സ്കിൽസാണ്. അപ്പൊ ഇന്നത്തെ രീതിയിൽ കുട്ടിക്കുള്ളത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് നോളജാണ്. അതായത് നമ്മൾ മലമുകളിൽ നിന്നും വെള്ളം വന്നിട്ട് മലയുടെ താഴ്വാരങ്ങളിലൊക്കെ ഉള്ളവര് വെള്ളം പമ്പ് ചെയ്തിട്ട് ഒരിക്കലും ഉപയോഗിക്കാറില്ല എന്ന് പറയുന്ന പോലെ, ഒരു ടാങ്ക് മാത്രം ഉണ്ടാക്കിയിട്ട് മലമുകളിൽ നിന്ന് ഒരു പൈപ്പ് ഇടും. ആ പൈപ്പ് വന്നിട്ട് ടാങ്ക് നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആയിട്ട് ടാങ്കിൽ നിന്ന് പോകും. ആ ഒരു കറണ്ട് അവിടെ ഉണ്ടാവും. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ അതാണ്. അതായത് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവരുടെ ബ്രെയിനിൽ കൂടി. പഴയ ഇൻഫർമേഷനോ അല്ലെങ്കിൽ അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നു. ബാക്കിയെല്ലാം ഇൻഫർമേഷൻ ബൊമ്പാർഡ്മെന്റ് കൊണ്ട് വന്നിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ട് സീവേജിലേക്ക് അങ്ങ് പോകുന്നു. അതാണ് പല കുട്ടികൾക്കും പ്രശ്നം. അവർക്ക് സ്കൂളിലുള്ള പല ലേണിങ്സും സ്കൂളിലുള്ള പല ഇൻഫർമേഷനും അവരെ സംബന്ധിച്ച് അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നു. ഒത്തിരി പറഞ്ഞതുപോലെ സ്കൂളിന്റെ അകത്തുനിന്ന് സ്കൂളിൽ പഠിത്തം നിർത്തിയവര് പല പിള്ളേരും ഒരു ക്രിയേറ്റർ ആകാം, മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആകാം, മില്യൺസ് ഏൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷനും കൊണ്ട് അവർ വന്നിരുന്നിട്ട്, അതായത് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിത്തം നിർത്തിയവർ, സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവർ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇടുന്നു. അവരിട്ടിട്ട് പറയുന്നത് ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ പഠിത്തം നിർത്തി. എന്നിട്ട് അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടിട്ട് പഠിക്കുന്ന കുട്ടിക്ക് പോലും തോന്നുന്നത് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ള എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് എന്ത് കാര്യമാണെന്നാണ് പല വലിയ വലിയ ആളുകൾ പോലും ചോദിക്കുന്നത്. ടീച്ചർ എന്നെ അടിച്ചു പിടിച്ചും പിടിപ്പിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിപ്പിച്ചു 5ാം ക്ലാസ് 6ാം ക്ലാസ്. അൺഫോർച്ചുനേറ്റ്ലി ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊണ്ട് എനിക്ക് കഞ്ഞി വെക്കാൻ പറ്റിയിട്ടില്ല, കറി വെക്കാൻ പറ്റിയിട്ടില്ല, ഭാര്യനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയില്ല.
പിന്നെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊണ്ട് എന്ത് ഗുണാന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നാടിട്ടൊക്കെ എല്ലാവരും ഭയങ്കര പബ്ലിസിറ്റി. ഇത് കേൾക്കുന്ന കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ടീച്ചറോടും ചെന്നിട്ട് ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്, ഇതുകൊണ്ട് എന്താ ഗുണം? ഒരു UP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ച് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് കുട്ടീനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റിയെന്നിരിക്കില്ല. അപ്പൊ കുട്ടിയുടെ മനസ്സിന്റെ അകത്ത് തങ്ങി നിൽക്കുന്ന ഒരു നോളജ് അതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗുണമില്ലാത്തൊരു സാധനമാണ്. അക്ബറിന്റെ ഭരണപരിഷ്കാരമൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുപോലുള്ള കുറെ മെസ്സേജസ് ആണ് നമ്മൾ കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നത്. കൂടാതെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്, ബിൽ ഗേറ്റ്സ് കോളേജ് ഡ്രോപ്പ് ഔട്ട് അല്ലേ, അല്ലെങ്കിൽ സുക്കംബർഗ് ഡ്രോപ്പ് ഔട്ട് അല്ലേ, ഇങ്ങനെ കുറെ പേരുടെ പേര് പറയും. അതും അവർ എന്നിട്ട് ഈ നിലയിൽ എത്തിയില്ലേ? ടീച്ചർ PG വരെയും PhD വരെ പഠിച്ചിട്ടും ടീച്ചർ ഇപ്പോഴും ടീച്ചറല്ലേ? സുക്കംബർഗുമായിട്ടോ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സുമായിട്ടോ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് പിള്ളേർ ചോദിക്കുന്നത്. അതൊരു മോശം മെസ്സേജാണ്. അപ്പൊ ഇതിനകത്ത് തിരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് നമുക്ക് ലോകം മുഴുവൻ കാണും. അതിനകത്ത് ഒരു സുക്കംബർഗേ ഉള്ളൂ. ആൾക്കാരെ ഇങ്ങനെ അതേസമയം സ്കൂളിന്റെ അകത്ത് 10ാം ക്ലാസ്സെങ്കിലും വൃത്തിയായിട്ട് കഴിഞ്ഞവരെ സംബന്ധിച്ച് അതൊരു ലൈവ്ലിഹുഡ് എങ്കിലും കണ്ടുപിടിക്കുന്നു. ശനിയാഴ്ച എവിടെയെങ്കിലും ഒരു കടയിലെ കണക്കെഴുത്തുകാരനായിട്ടെങ്കിലും ഇരിക്കാം. ആരുടെയും മുമ്പിൽ കൈ നീട്ടാണ്ട് ജീവിച്ചു പോകാനുള്ള പൈസ കിട്ടും. അത് ഒരു 90% കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ വെച്ചിട്ട് അത് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി സ്കൂൾ ഡ്രോപ്പ് ഔട്ടിന്റെ 0.0001% പോലും ലൈഫിന് മുമ്പോട്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പൊ ജനറലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന്റെ അകത്ത് ഇതേപോലെ നമ്മൾ അറിയപ്പെടാത്ത കുറെ കാര്യങ്ങൾ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഉള്ള പണ്ട് ഏതെങ്കിലും വീടുകൾക്ക് അകത്ത് കുറച്ച് വിവരമുണ്ടെന്ന് സ്വയം വിചാരിക്കുന്ന പലരും വീട്ടിന്റെ അകത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ട് നാടൊട്ടുക്ക് പ്രചരിപ്പിക്കും. അതിന് വലിയൊരു പബ്ലിസിറ്റി കിട്ടുന്നു, വലിയൊരു മാസിനെ അത് സ്വാധീനിക്കുന്നു. ഇത് ഇന്റർനെറ്റിന്റെ ഗുണാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ദോഷമാണ്. ഇതേപോലുള്ള നമ്മൾ ചെറിയ ലെവലില് പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളല്ല എന്ന് കാണുന്നത് പോലും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ചെറിയ രീതിയിലൊക്കെ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കുട്ടികളെ. അതൊക്കെ നമ്മൾ എന്താ പറയുക, ഓവർലുക്ക് ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങൾ. പാരന്റ്സോ അല്ലെങ്കിൽ സൊസൈറ്റിയോ ഈ സിസ്റ്റമോ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. ഈ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഇപ്പോ പ്രസന്റ്ലി കാണുന്നത് അഫ്കോഴ്സ് യെസ്, ഇങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് ആകുന്നുണ്ട്. കുട്ടികൾക്ക് പല കാര്യങ്ങളും ഇറ്റ് ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള തോന്നൽ വരുന്നുണ്ട്. വൈ ആർ യു ഫോഴ്സിങ് സർട്ടൻ തിങ്സ് വിച്ച് ആർ നോട്ട് റിലവൻറ്റ് എന്നുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ടെമ്പർമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സും ടെമ്പർമെന്റ്സും വളരെ പണ്ടത്തെ കുട്ടികളിനെ പോലെയൊന്നുമല്ല. അവർക്കാണെങ്കിൽ ഈ സോഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് തീരെ താല്പര്യമില്ല. ചെറുതായിട്ട് ലേണിംഗ് ഡിസബിലിറ്റി പോലെയൊക്കെ പഠിക്കാനുള്ള കോൺസെൻട്രേഷനോ ഒന്നും തന്നെ ഇല്ല. സ്ലീപ്പ് ഡിപ്രൈവേഷനും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളപ്പോഴും പല സമയങ്ങളിൽ നമ്മൾ കാണുന്നത് സ്കൂൾസിൽ നിന്ന് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടെന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുകയെ പേരൻസ് പോലും ഇപ്പോ ഭക്ഷണം കൊടുക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് കുട്ടിയുടെ മുമ്പിലാണ് കാണിക്കുന്നത്. ആ കുട്ടി ആ വീഡിയോ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. സോ പേരൻസ് പോലും അറിഞ്ഞോ അറിയാണ്ടെയോ ഇത് ശരിയല്ല എന്ന് അറിയുന്ന എത്ര പേരൻസ് ആണ് ഇത് ഇപ്പോഴും ചെയ്യുന്നത്. ബിക്കോസ് ലാക്ക് ഓഫ് ടൈം ആയിരിക്കും, പേരൻസ് വർക്കിംഗ് ആയിരിക്കും, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആയിരിക്കും മിക്ക സമയങ്ങളിലും ഈ സോഷ്യൽ മീഡിയ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന് നൗ ദാറ്റ് ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ആയി, ഇതിനെ എങ്ങനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം, ഇതിനെങ്ങനെയാ നമ്മൾ വി ഷുഡ് ഹാവ് എ കൺട്രോൾ ഓവർ വാട്ട് ദേ ആർ വാച്ചിങ് ആൻഡ് എത്ര നേരാണ് ഇവർ കാണുന്നത്, എന്താ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പേരൻസിന് ഒരു കൺട്രോൾ എങ്ങനെയാണോ ഉണ്ടാകുക? ഇല്ല, അതാണ് ഇതിന്റെ അകത്ത് നമ്മള് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം പാരന്റ്സ് ആണ് പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യേണ്ടത്.